നമസ്കാരം. ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന 3 പേരെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കോ. ഇവമാരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ മാന്യന്മാരായിട്ടൊക്കെ തോന്നും. സമൂഹത്തിൽ നല്ല നിലയിലും വിലയിലും ജീവിക്കുന്ന 3 പേര്. എന്നാൽ ഇവന്മാരത്ര മാന്യന്മാരൊന്നുമല്ല. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. മാന്യതയുടെ മുഖം മൂടി സ്വയം എടുത്ത് ധരിച്ച 3 കാട്ടാളന്മാരാണ് ഈ കാണുന്നത്. ഇവന്മാരാണ് മുക്കം കേസിലെ 3 പ്രതികൾ. ഹോട്ടൽ ജീവനക്കാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഹോട്ടൽ ഓണറും ഹോട്ടൽ ഓണറിന്റെ ഒപ്പം ഉണ്ടായിരുന്ന 2 കൂട്ടുപ്രതികളും. കുറേ ദിവസമായിട്ട് ഇവന്മാർ ഒളിവിലായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് പോലീസുകാര് ഇപ്പൊ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യമൊക്കെ പോലീസുകാർ വലിയ താല്പര്യമൊന്നും ഈ കേസിൽ പ്രകടിപ്പിച്ചിട്ടില്ല. ഈ പ്രതികളെ രക്ഷപ്പെടുന്ന രീതിയിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു FIRൽ ഇവർ എഴുതിയിരുന്നത്. യുവതിയുടെ മൊഴി അതേപോലെ FIRൽ രേഖപ്പെടുത്താൻ പോലീസുകാർ തയ്യാറായിട്ടില്ല എന്ന് ഈ യുവതിയുടെ വീട്ടുകാർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. പോലീസുകാർ മാത്രമല്ല, മാധ്യമപ്രവർത്തകരും ഈ കേസിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചിട്ടില്ല. അത് പിന്നെ അങ്ങനെ ആണല്ലോ. അത്യാവശ്യം തീയും പുകയും ചൂടും ഒക്കെയുള്ള വാർത്തകൾ മാത്രമാണ് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അല്ലാത്ത വാർത്തകളൊക്കെ തന്നെ അവരങ്ങ് ഇഗ്നോർ ചെയ്യും. അപ്പോൾ 1-2 മാധ്യമങ്ങൾ മാത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യമൊക്കെ ഹോട്ടലിന്റെ പേര് പോലും തുറന്നു പറയാൻ മാധ്യമപ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഹോട്ടലിന്റെ പേര് മുക്കത്തുള്ള സാങ്കേത ഹോട്ടൽ. ഹോട്ടലിന്റെ ഓണറിന്റെ പേര് ദേവദാസ്. അവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഈ യുവതിയുടെ വീട്ടുകാര് നല്ല ശക്തമായിട്ടുള്ള തെളിവുകൾ പബ്ലിക്കിന്റെ മുമ്പിൽ അങ്ങ് റിലീസ് ചെയ്തു. ഈ പോലീസുകാരും മാധ്യമങ്ങളും ഒന്നും തന്നെ വലിയ ഇൻട്രസ്റ്റ് ഈ കേസിൽ കാണിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവർ ആ ഒരു കാര്യം ചെയ്തത്. ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടായിരുന്നു, വാട്സപ്പ് സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു തെളിവ്. ഈ പ്രതികളുടെ കഷ്ടകാലം എന്നല്ലാതെ എന്താണ് പറയുന്നത്? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വീഡിയോയും കൂടി ഉണ്ടായി. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുന്നതേ അല്ല, പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായി. ആ വീഡിയോയാണ് ഇതിനകത്ത് വഴിത്തിരിവ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ തെളിവുകളൊക്കെ തന്നെ റിലീസ് ചെയ്തതോടുകൂടിയിട്ട് പോലീസുകാർക്ക് ഈ കേസിൽ ഇടപെടാതിരിക്കാൻ പറ്റുന്നില്ല, മാധ്യമപ്രവർത്തകർക്ക് ഈ കേസിൽ ഇടപെടാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും ഇടപെട്ടു. അവസാനം പോലീസുകാര് നല്ല സ്പീഡിൽ അന്വേഷണം അങ്ങോട്ട് നടത്തി പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇവന്മാർക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ നിയമമല്ലേ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പഴുതുകളുണ്ട്. ആ പഴുതുകളൊക്കെ വെച്ച് ഇവന്മാർ ഊരി പോരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും പവർഫുൾ ആയിട്ടുള്ള എവിഡൻസ് ആണ് ഇവർമാർക്കെതിരെ ഉള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ പെൺകുട്ടി ഹോട്ടലിൽ ജോലിക്ക് കയറിയിട്ട് ഏതാണ്ട് 3-4 മാസമേ ആയുള്ളൂ. ആദ്യമൊക്കെ ഈ പെൺകുട്ടിയുടെ അടുത്ത് വളരെ മാന്യമായിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു ഈ ഹോട്ടൽ ഓണർ കാണിച്ചത്. ആ പെൺകുട്ടിയുടെ വീക്ക്നെസ്സിനെ മുതലെടുത്ത് ആ പെൺകുട്ടിയെ സഹായം ചെയ്യുകയും ആ പെൺകുട്ടിയുടെ ഒരു ഫാദർലി അഫെക്ഷൻ, ഒരു അങ്കിള്, ഒരു അടുത്ത് അറിയാവുന്ന ഒരു അങ്കിൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരുന്നു ഈ പെൺകുട്ടിയോട് പെരുമാറിയിരുന്നത്. അത് കഴിഞ്ഞ് പതിയെ ഇയാൾ പ്ലേറ്റ് മാറ്റാൻ വേണ്ടി തുടങ്ങി. പിന്നെ ആ പെൺകുട്ടിയോട് ലൈംഗിക ചുവയോട് വാട്സപ്പ് സന്ദേശം അയക്കുകയും ആ പെൺകുട്ടിയോട് താല്പര്യമുള്ള രീതിയിൽ പ്രകടിപ്പിക്കുകയും അങ്ങനെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒടുവിൽ പെൺകുട്ടി സഹി കെട്ടിട്ട് റിസൈൻ ചെയ്യുവാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ എന്താണ് ഉണ്ടായതെന്നുള്ളത് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. പലവട്ടം അപമര്യാദയായി പെരുമാറിയതോടെ ജോലി രാജിവെക്കുന്നതായി യുവതി അറിയിച്ചതോടെയാണ് ക്ഷമാപണം നടത്തി സന്ദേശങ്ങൾ അയച്ചത്. തന്റെ ഭാഗത്തു നിന്നും ഇനി മോശമായ ഒരു പെരുമാറ്റവും ഉണ്ടാവില്ലെന്ന് ദേവദാസ് ഉറപ്പു നൽകുന്നു. ബിസിനസ് പരമായ ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂവെന്നും അവസാന അവസരം നൽകണമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. കടമായി നൽകിയ പണം തിരിച്ചയക്കരുത്, നീ സങ്കേതത്തിലെ മാലാഖയാണെന്നും വാട്സപ്പ് സന്ദേശത്തിലുണ്ട്. ദേവദാസിന്റെ ഉറപ്പുകൾ വിശ്വസിച്ച് ജോലിയിൽ തുടർന്ന യുവതിയോട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ദേവദാസ് ലൈംഗിക താല്പര്യങ്ങൾ വ്യക്തമാക്കുന്ന സന്ദേശങ്ങളും പുറത്തു വന്നു. യുവതിയുടെ ശരീരഭാഗങ്ങളെക്കുറിച്ചും ഇയാൾ വർണ്ണനകൾ നടത്തുന്നുണ്ട്. മോശമായ പെരുമാറ്റവും സന്ദേശങ്ങളും ഉണ്ടാവരുതെന്ന് യുവതി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും വ്യക്തമാണ്. ദേവദാസിൽ നിന്നുള്ള ശല്യമേറിയതോടെയാണ് യുവതി ഇക്കാര്യം ഇയാളുടെ ഭാര്യയെ അറിയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. അപ്പം ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ആ പെൺകുട്ടിയാണ് മോശക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു 10% ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും. ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്തില്ല, പിന്നെ എന്തുകൊണ്ട് തുടർന്നു? സാഹചര്യം കൊണ്ടായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ സാഹചര്യമല്ലേ. അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാമിലിയുടെ ചുറ്റുപാട്, അങ്ങനെ ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു ജോലി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജോലി കിട്ടുക, ആ ജോലിയിൽ തന്നെ മാക്സിമം തുടർന്ന് പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പം എല്ലാവരും പ്രവർത്തിക്കുന്നത്. കാരണം ആർക്കും ഇപ്പം ജോലി ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് മാക്സിമം പിടിച്ചു നിൽക്കാനേ ആരും ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും ആ പെൺകുട്ടിയും പിടിച്ചു നിന്നത്. അവസാനം ശല്യം സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോഴായിരിക്കും റിസൈൻ ചെയ്യാമെന്നൊരു തീരുമാനമെടുത്തത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു പണി ഇവന്മാരെ കാണിക്കുന്നത്.
അപ്പോൾ ഇതിൽ നിന്നൊക്കെ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. നമ്മുടെ അടുത്ത് ഒരാൾ എന്ത് അപ്രോച്ചോടുകൂടിയിട്ടാണ് വരുന്നത്, എന്ത് മനസ്സിൽ വെച്ചിട്ടാണ് വരുന്നത്. ആദ്യമൊക്കെ അവർ നമ്മളോട് നല്ല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, നല്ല മാന്യമായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയില്ല. എന്നിട്ട് ഇവന്മാർ പതുക്കെ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കും. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആ ഫാമിലിയുടെ ചുറ്റുപാടായിരിക്കാം, സാമ്പത്തികമായിരിക്കാം. അത് മനസ്സിലാക്കിയിട്ട് പയ്യെ നമ്മുടെ അടുത്ത് കൂടാൻ വേണ്ടി ശ്രമിക്കും, നമ്മളെ അവരുടെ വലയിലാക്കാൻ വേണ്ടി ശ്രമിക്കും, ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടുക. ബാക്കി സാഹചര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പിന്നെ മാത്രം ആലോചിക്കുക. കാരണം ഇവന്മാരൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഞാൻ ഇനി നല്ലതുപോലെ പെരുമാറിക്കോളാം എന്നൊക്കെ നമ്മളടുത്ത് പറയും. പക്ഷെ അവർ കരുതി കൂട്ടിയിരിക്കുമായിരിക്കും ഒരു സന്ദർഭം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു അപ്രോച്ചാണ് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എതിരെ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുക. ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ തനിയൊക്കെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും ഉണ്ട്. അവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരിടാം. ഇനിയുള്ള കാലഘട്ടത്തിൽ പലതും നേരിടേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുക. അവർ മാറും, അവരെ ന്യായീകരിക്കാൻ നോക്കാതെ അല്ലെങ്കിൽ അവരെടുത്ത് ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് സ്വന്തം വീട്ടിലേക്ക് രക്ഷപ്പെടുക. എന്നിട്ട് പോലീസിന്റെ അടുത്ത് കൊണ്ടുപോയി കംപ്ലൈന്റ് നൽകുക. ഇതേ വഴിയുള്ളൂ. ഇതിപ്പോ അവർക്ക് എന്തൊക്കെയോ ശകലമെങ്കിലും പേടിയുള്ളത് കൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ജീവൻ ആപത്തൊന്നും ഉണ്ടാകാതിരുന്നത്. ഇല്ലായിരുന്നെങ്കിലോ? അവർക്ക് നിയമത്തെ കുറച്ചെങ്കിലും പേടിയുള്ളത് കൊണ്ടാണ്, ആ പ്രതികൾക്ക് കുറച്ചൊക്കെ പേടിയുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. പക്ഷെ പേടിയില്ലാത്തവരായിട്ട് മാറുവാണ് എല്ലാ ആൾക്കാരും. ജീവൻ എടുത്തിട്ടേ ബാക്കിയുള്ളവരൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ സാഹചര്യം അനുസരിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി പഠിക്കുക. നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു അപ്രോച്ച്, ഇങ്ങനെയുള്ളൊരു പെരുമാറ്റം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ന്യായീകരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവർ മാറിക്കോളും, നന്നായിക്കോളും എന്ന് വിചാരിക്കാതെ നമ്മുടെ സാഹചര്യമൊക്കെ പിന്നീട് നോക്കുക. എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടുക. പോലീസിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കുക. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ പോലും രക്ഷയില്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം പോലീസിനെ അറിയിക്കുക, മാധ്യമപ്രവർത്തകരെ അറിയിക്കുക. അങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയുണ്ട്, എന്തെങ്കിലും രക്ഷയുണ്ട്.